കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പുതിയപാലം യൂണിറ്റിൻ്റെ വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും ഈ വരുന്ന മെയ് 28 SK പൊറ്റക്കാട് ഹാളിൽ വെച്ച് അതിവിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. അന്നേ ദിവസം ഞങ്ങളുടെ യൂണിറ്റ് പരിധിയിൽപ്പെടുന്ന എല്ലാ അംഗങ്ങളും 1 മണിക്ക് ശേഷം കടകൾ അടച്ചുകൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതാണ്. 2:30 മണിക്ക് ആരംഭിക്കുന്ന ജനറൽ ബോഡി യോഗത്തിൽ പ്രധാനമായിട്ടുള്ള അജണ്ട 2024-2026 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതും അതോടൊപ്പം തന്നെ നിലവിലുള്ള വരവ് ചെലവ് കണക്ക് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതുമാണ്. ഏകദേശം ഞങ്ങൾ 200ഓളം മെമ്പർമാർ ഞങ്ങളുടെ യൂണിറ്റിലുണ്ട്. ഞങ്ങളുടെ യൂണിറ്റിൻ്റെ പരിധി എന്ന് പറയുകയാണെങ്കിൽ പുതിയപാലം, അതോടൊപ്പം തന്നെ കല്ലുത്താങ്കടവ്, ബൈപ്പാസ്, മിംസ് ഹോസ്പിറ്റല്, ഗോവിന്ദപുരം, ഇങ്ങനെയുള്ള വളയനാട് ക്ഷേത്രത്തിൻ്റെ പരിസരം, അങ്ങനെയുള്ള ഏരിയയാണ് ഞങ്ങളുടെ യൂണിറ്റ് പരിധി ഏരിയ. ഇവിടെ നിന്നുള്ള അംഗങ്ങളായിരിക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതിനുശേഷം ജനറൽ ബോഡി കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് 5 മണിക്കാണ് ഞങ്ങളുടെ മെമ്പർമാരും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്ന കുടുംബസംഗമം ആരംഭിക്കുന്നത്. ഞങ്ങളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ബാപ്പു ഹാജിയാണ്. അതോടൊപ്പം തന്നെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൻ്റെ CEO ശ്രീ ലുക്മാൻ സാറാണ്. അതുകൂടാതെ ഞങ്ങളുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ, പൗരപ്രമുഖർ, അങ്ങനെയുള്ള സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളും ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. ഈ പരിപാടി വളരെ നല്ല രീതിയിൽ ആസ്വദിക്കുന്നതിന് വേണ്ടി നല്ലൊരു ഓർക്കസ്ട്ര ട്രൂപ്പിനെ ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ശ്രീ ചെങ്ങന്നൂർ ശ്രീകുമാർ നയിക്കുന്ന ഓർക്കസ്ട്രയും അതോടൊപ്പം തന്നെ ഒരു കോമഡി ഷോയും ഈ പരിപാടി മികവാർക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ യൂണിറ്റ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്നൊരു യൂണിറ്റും അതോടൊപ്പം തന്നെ കേരളത്തിൽ ആദ്യമായി വ്യാപാര ഭവൻ നിർമ്മിച്ചൊരു യൂണിറ്റ് കൂടിയാണ്. അപ്പം കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല യൂണിറ്റിനുള്ള ശ്രീ നസ്രുദ്ദീൻ സാഹിബിൻ്റെ സ്മരണാർത്ഥം നിലനിൽക്കുന്ന അവാർഡ്, ഏറ്റവും നല്ല യൂണിറ്റിനുള്ള അവാർഡ് ഞങ്ങൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ സംഘടന കച്ചവടക്കാരുമായിട്ട് ഇടപഴകിക്കൊണ്ട്, കച്ചവടക്കാരുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ടും, കച്ചവടക്കാരുടെ നേരിടുന്ന ഏത് വിഷയത്തിലും ഞങ്ങൾ അവർക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒന്നായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. ഞങ്ങളുടെ കീഴിൽ തന്നെ ഒരു വനിതാ വിങ്ങും അതുപോലെ തന്നെ ശക്തമായ ഒരു യൂത്ത് വിങ്, കൂടാതെ കച്ചവടക്കാരുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ അതോടൊപ്പം തന്നെ കായികപരമായുള്ള കഴിവുകളൊക്കെ പോഷിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു കലാവേദി കൂടി ഞങ്ങൾ സംഘടന കീഴിൽ രൂപീകരിച്ചിട്ടുണ്ട്. കച്ചവടക്കാരുടെ മക്കളും കച്ചവടക്കാര ഭാര്യമാർക്കൊക്കെ തന്നെ ഇതിൽ അംഗങ്ങളാണ്. അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു മുന്നോട്ട് പോകുന്ന കൂടിയുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കച്ചവടക്കാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ പൊതു സമൂഹത്തിന് വേണ്ടിയിട്ടും ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ യൂണിറ്റിനെ സംബന്ധിച്ച് പറയാനുള്ളത്. എന്തുതന്നെയായാലും 28 നടക്കുന്ന ഈ പരിപാടി വളരെ നല്ല രീതിയിൽ, മികവാർന്ന രീതിയിൽ നടത്തുന്നതിന് വേണ്ടി ഞങ്ങളൊരു കൂട്ടായ പരിശ്രമം തന്നെയാണ് നടത്തുന്നത്. പരിപാടിയോടൊപ്പം തന്നെ ആ പരിപാടിയുടെ മികവ് നിലനിർത്തുന്നതിന് വേണ്ടി ഇടസമയങ്ങളിൽ ലക്കി ഡ്രോ നടത്തുന്നുണ്ട്, ചില സമ്മാന കൂപ്പണുകൾ നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും പ്രാതിനിധ്യം അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആണ് ഈ ഇങ്ങനെ ഒരു പരിപാടി കൂടി ആസൂത്രണം ചെയ്തത്.